ഗൗതം, കണിമംഗലത്തിന്റെ കാര്യത്തിലും ശ്യാമയുടെ കാര്യത്തിലായാലും നമ്മൾ ചെയ്തതെല്ലാം പരമരഹസ്യമായിരിക്കണം. കൂട്ടുകൂടിയിരിക്കുമ്പോഴേ നിന്റെ ഫ്രണ്ട്സിനോട് പോലും അത് ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? ഈ ശ്യാമ മാഡം ഞങ്ങളുടെ ബന്ധുവൊന്നുമല്ല. അവരെക്കുറിച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയി ഒന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് പോവാം. അല്ല സർ, ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശ്യാമ മാഡത്തിന്റെ മകൾ രാധിക കണിമംഗലത്തായിരുന്നല്ലോ. കണിമംഗലത്തെ വരുണിന്റെ ഭാര്യയായിട്ട്. സോറി സർ, കുറെ കാലമായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകിലായതുകൊണ്ടേ ശ്യാമ മാഡം പോകുന്ന വഴികളും ഞങ്ങൾ ചെന്നെത്തുന്ന ഇടങ്ങളും അതെല്ലാം ഞങ്ങൾക്ക് കാണാപ്പാടുവാ. ആക്ച്വലി അതുവഴിയാണ് കണിമംഗലത്തിന്റെ തകർച്ചയും സാറ് കണിമംഗലം തിരിച്ചു പിടിച്ചതും ഒക്കെ ഞങ്ങൾ അറിയുന്നത്. എന്തായാലും അത് ഗംഭീരമായി സർ. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ജപ്തി നടക്കുന്ന വീടിന് മുന്നിൽ അവിടുത്തെ അനന്തരാവകാശിയായി ഒരാൾ വന്ന് നിൽക്കുക, ബാങ്കുകാരോട് അവിടുത്തെ കടം എത്രയാന്ന് ചോദിക്കുക, ആ നിമിഷം അത് വീട്ടുക. തിയേറ്ററിലാണെങ്കിലേ ഗൂസ് ബംസ് വരുന്ന സ്റ്റോറി ആട്ടോ. എനിക്ക് 1-2 അർജന്റ് മീറ്റിംഗ് ഉണ്ട്. കൂടുതൽ സമയം നിങ്ങളുമായിട്ട് ചെലവഴിക്കാൻ പറ്റില്ല. സാറിന് ഇപ്പൊ സമയമില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം കണ്ടുപിട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. പോയി സാറാ. അല്ല സാർ, ഈ ജപ്തി നടക്കുമ്പോ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, സാറാ. ഞങ്ങൾ അതാ ഉദ്ദേശിച്ചത്. ആരാ നിങ്ങള്? എന്താ നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം? വന്ന നിമിഷം മുതൽ നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ഫീച്ചർ എഴുതാൻ വന്നവരൊന്നുമല്ല. നിങ്ങളുടെ ഐഡന്റിറ്റി ഫേക്ക് ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ശരിക്കും ഫ്യൂച്ചറിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം വന്നതാ. ഏയ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇറങ്ങ ഇറങ്ങ ഇറങ്ങാൻ. അവർക്ക് പുറകിൽ ആരോ ഉണ്ട്. അവരുടെ ചോദ്യങ്ങൾ അതാ സൂചിപ്പിക്കുന്നത്. സോറി അച്ഛാ, ഇത്തരക്കാരായിരിക്കും വന്ന് കയറുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്വേഷണത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. കൺമുന്നിൽ വന്നിരിക്കുന്ന ഒരുത്തിനെ പോലും വിശ്വസിക്കരുത്. നമ്മൾ ശ്യാമയ്ക്കെതിരായിരുന്നുവെന്നും നമ്മൾ ശ്യാമയെ എന്തെങ്കിലും ചെയ്തു കാണുമെന്നും ആരൊക്കെയോ വിശ്വസിക്കുന്നുണ്ട്. ഈ ഓഫീസിനകത്ത് കയറി നമ്മുടെ മുന്നിൽ ഇരിക്കാമെങ്കിൽ നമുക്കെതിരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യാന്? ചത്തുപോയ ശ്യാമയെ ജീവിപ്പിച്ചുകൊണ്ട് നിർത്താൻ പറ്റുമോ അവർക്ക്? ആ, അച്ഛനൊരു കാര്യം ചെയ്യും. ബെഞ്ചമിനെ വിളിച്ച് അയാൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തേക്ക്. ബെഞ്ചമിൻ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം സമയം ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ അയാളെ വിളിക്കാം. ഗൗതം, കണിമംഗലത്തിന്റെ കാര്യത്തിലും ശ്യാമയുടെ കാര്യത്തിലായാലും നമ്മൾ ചെയ്തതെല്ലാം പരമരഹസ്യമായിരിക്കണം. കൂട്ടുകൂടിയിരിക്കുമ്പോഴേ നിന്റെ ഫ്രണ്ട്സിനോട് പോലും അത് ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ?
അമ്മേ കേറി വാ മക്കളെ. നിങ്ങൾ രണ്ടുപേരും ഈ മുറി ഉപയോഗിച്ചോളൂ. താങ്ക് യു അമ്മേ. അന്വേഷണത്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. കിരൺ, കൺമുന്നിൽ വന്നിരിക്കുന്ന ഒരുത്തനെ പോലും വിശ്വസിക്കരുത്. നമ്മൾ ശ്യാമയ്ക്കെതിരായിരുന്നുവെന്നും നമ്മൾ ശ്യാമയെ എന്തെങ്കിലും ചെയ്തു കാണുമെന്നും ആരൊക്കെയോ വിശ്വസിക്കുന്നുണ്ട്. കണിമംഗലത്തിന്റെ കാര്യത്തിലും ശ്യാമയുടെ കാര്യത്തിലായാലും നമ്മൾ ചെയ്തതെല്ലാം പരമരഹസ്യമായിരിക്കണം. കൂട്ടുകൂടിയിരിക്കുമ്പോഴേ നിന്റെ ഫ്രണ്ട്സിനോട് പോലും അത് ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ? what do you think? കേസിൽ അയാളുടെ ഇൻവോൾവ്മെന്റ് വ്യക്തമാ. യെസ്. ഗായിക ശ്യാമയുടെ പ്രധാന ശത്രുക്കളായി നമ്മൾ രണ്ടുപേരെയാണ് ടാർഗറ്റ് ചെയ്തത്. ഒന്ന് ബന്ധുവായ ഐശ്വര്യ, രണ്ട് ചന്ദ്രശേഖരൻ. തൽക്കാലം ഐശ്വര്യ നമുക്ക് വിടാം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രശേഖരന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? എന്തായാലും നോക്കാം. അവന്മാരവിടെ തന്നെ കാണുമായിരിക്കും. ആ ജേഡിയാ. ഹലോ ജേഡി. അഖിൽ, എവിടെയുണ്ട് നിങ്ങള്? ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ട് ജേഡി. എങ്ങോട്ടെങ്കിലും വരേണ്ടതുണ്ടോ? നോ. ഫോണിന്ന് സ്പീക്കറിലിട്. ഓക്കെ. ശ്യാമ മാഡത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫസ്റ്റ് സസ്പെക്ട് കണിമംഗലം ചന്ദ്രശേഖരനാണ്. ചന്ദ്രശേഖരന്റെ രഹസ്യ വഴികൾ നമുക്കറിയണമെങ്കിൽ അതിനുള്ള മാർഗം അയാളുടെ മകനാണ് ഗൗതം. ഗോകുൽ, അഖിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഡ്യൂട്ടി. ഗൗതമിനെ കണ്ടെത്തണം. കൃത്യമായിട്ട് നമ്മുടെ താവളത്തിലേക്ക് എത്തിച്ചിരിക്കണം. ഓക്കെ ജേഡി. എത്രയും പെട്ടെന്ന് പറ്റുന്നു അത്രയും പെട്ടെന്ന്. ആൻഡ് അക്ഷര? യെസ് ജെഡി. അക്ഷര പോലീസ് സ്റ്റേഷനിൽ പോണം. ശ്യാമ മാഡത്തെ കാണാതായ ദിവസം അവര് കളക്ട് ചെയ്തിരിക്കുന്ന CCTV ഫുട്ടേജസ് നമുക്ക് വേണം. ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ ജെഡി. ഗൗതമിനെ കൈ കിട്ടിയാ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുട്ടേട്ടാ, കുട്ടേട്ടനായിരിക്കണം എല്ലാത്തിന്റെയും മേൽനോട്ടം. ഓക്കെ മോളെ. എങ്കിയോട്ടം സമയം കളയണ്ട. മൂവ്. ഓക്കെ ജെഡി. പോവാം.